ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കാൻ തിരക്കിട്ട നീക്കങ്ങളുമായി നേതാക്കൾ. നാളെയോ മറ്റന്നാളോ ഡൽഹിയിലെത്തി ചർച്ച നടത്തും. വയനാട്, കണ്ണൂർ, ആലപ്പുഴ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ആശയക്കുഴപ്പമാണ് കോൺഗ്രസിൽ ഇപ്പോഴുള്ളത്. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇതിനോടകം കളം നിറഞ്ഞ LDF റോഡ് ഷോയും വോട്ടേഴ്സിനെ നേരിട്ട് കാണുന്നതിലേക്കും കടന്നിട്ടുണ്ട്. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിന് പിന്നാലെ BJP സ്ഥാനാർത്ഥികളും സജീവമായിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, ഈ ചൊവ്വാഴ്ചയോടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിക്കാമോ? നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് അങ്ങനെ തന്നെയാണ്. കാരണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ മുതിർന്ന നേതാക്കൾക്ക് തന്നെ ഇക്കാര്യത്തിൽ ചില വിയോജിപ്പുകളുണ്ട്. പ്രത്യേകിച്ച് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് തിരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള തിരിച്ചടിയാകുമെന്നുള്ള സൂചനകൾ ഇതിനോടകം തന്നെ ലഭിച്ചു എന്നുള്ളതാണ് നേതാക്കളുടെ അഭിപ്രായം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക 2 ദിവസത്തിൽ. ഒരു നിമിഷം ഷഫീദ്, ഡോക്ടർ ശശി തരൂർ ഇപ്പോൾ സംസാരിക്കുന്നു. വേറൊരു പേര് കേട്ടിട്ടില്ല. പക്ഷേ ആ പ്രഖ്യാപനം വരുന്ന മുമ്പ് നമ്മൾക്ക് നിലവിൽ ഔപചാരികമായിട്ട് ഇറങ്ങാനൊരു അവകാശമില്ല. എന്തായാലും ഞാൻ സ്ഥലത്തിൻ്റെ MP ആയിട്ട് ഞാൻ എൻ്റെ കടമ പൂർത്തിയാക്കണം. എല്ലാ ദിവസവും 7-8 ചടങ്ങിൽ പങ്കെടുക്കേണ്ടത്, ജനങ്ങളെ കാണേണ്ടത്, അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രചരണമായിട്ടല്ല ചെയ്യുന്നത്. ഇവിടുത്തെ നിലവിലുള്ള ജനവിശ്വാസം കിട്ടിയ ഒരു MP ആയിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. അത്രയേ ഉള്ളൂ. അതെ, അതാണ് അവരുടെ ഒരു സെല്ലിംഗ് പോയിന്റാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖരൻ എനിക്കറിയാം. അദ്ദേഹം പിന്നെ കുറേ വർഷങ്ങളായിട്ട് വലിയൊരു പ്രധാനപ്പെട്ട ബിസിനസ്മാനായിട്ട് അറിയപ്പെടുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ 1-2 വർഷമായിട്ട് മന്ത്രിയുമാണ്. അദ്ദേഹം ആദ്യത്തെ തവണയാണ് പക്ഷേ ജനങ്ങളുടെ വോട്ട് ആവശ്യപ്പെടാൻ ഇറങ്ങുന്നത്. അതൊരു നല്ല പുതിയ അനുഭവമാണ് അദ്ദേഹത്തിന്. നമ്മൾ കാണാം എങ്ങനെയായിരിക്കും എന്ന്. അദ്ദേഹം രാജ്യസഭയിൽ പ്രവർത്തിച്ചൊരു വ്യക്തി മാത്രമാണ്. പക്ഷേ പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഈ 15 വർഷം രാഷ്ട്രീയത്തിൽ ഒരു മനുഷ്യനെ ആക്ഷേപിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ അല്ല ഞാൻ ഇവിടെ ജയിച്ചിരിക്കുന്നത്. എൻ്റെ പ്രവർത്തനവും എൻ്റെ നിലപാടുമാണ് ഞാൻ ആൾക്കാരോട് ചൂണ്ടിക്കാണിക്കാൻ ഇറങ്ങുന്നത്. നമ്മൾക്കറിയാം, ഈ കുറേ വർഷക്കാലമായിട്ട് തിരുവനന്തപുരത്തിൻ്റെ ഓരോരു വികസന കാര്യത്തിന് വേണ്ടി എനിക്ക് പല കാര്യങ്ങൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായിരുന്നു. 40 വർഷമായി തടസ്സം നിന്ന ബൈപ്പാസ് റോഡിനെ നാഷണൽ ഹൈവേ ആക്കാൻ മുതൽ പാറശാലയിലും കിഴക്കൂട്ടത്തും റെയിൽവേ സ്റ്റോപ്പേജ് ഇല്ലാത്ത സ്ഥലത്തിൽ സ്റ്റോപ്പ് കൊണ്ടുവന്നതും, സൂപ്പർ സ്പെഷ്യാലിറ്റി ആസ്പത്രി നമ്മളുടെ മെഡിക്കൽ കോളേജിനടുത്ത് ഇറക്കിയതും, അതിൻ്റെ ഒപ്പം മെൻ്റൽ ഹെൽത്ത് സെൻ്ററിന് വേണ്ടി കാശ് കൊണ്ടുവന്നതും, ഇതൊക്കെ ഓരോരോ കേന്ദ്ര സർക്കാരിനെ സ്വാധീനിച്ച് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനൊപ്പം ടെക്നോ പാർക്ക് നമ്മളുടെ IT മേഖലയിൽ നോക്കുകയാണെങ്കിൽ എൻ്റെ എത്രത്തോളം ശ്രമത്തോടെയാണ് ആദ്യം നമ്മുടെ ഇവിടെ ഒറക്കിൾ ഇവിടെ വന്നിട്ട് സ്ഥാപിച്ചത്. അത് ഞാൻ വീഡിയോ കോൺഫറൻസ് ചെയ്ത് അവർ വിളിച്ചിട്ടാണ്. നിസാൻ വരുന്നതിൽ എൻ്റെ ഒരു വലിയൊരു മുൻകൈ ഉണ്ടായിരുന്നു. അത് അവരുടെ ഉടമസ്ഥൻ ആ കാലത്ത് പിന്നെ ലീഡേഴ്സിനോട് ചോദിച്ചോളൂ. ഏൺസ്റ്റ് ആൻഡ് യങ്, ഞാനും ഉമ്മൻചാണ്ടിയും കൂടിയാണ് അവരെ ഇവിടെ നിർത്തിയത്. അവർ ഈ സ്ഥലം വിടാൻ ആഗ്രഹിക്കുന്ന സമയത്ത്. എന്നിട്ടാണ് അവരും പോയിട്ട് ഇപ്പോൾ ഒരു ഫുൾ കെട്ടിടം നിറയെ ആൾക്കാരുള്ളത്. അപ്പോൾ നമ്മൾ തൊഴിലും വേൾഡ് ക്ലാസ് സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത് കൊണ്ടുവരുന്നതിൽ ഒരു കുറവില്ല എന്ന് മാത്രമല്ല, നമ്മൾ മുൻകൈ എടുത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് പ്രവർത്തനത്തിൻ്റെ പേരിലാണ് ഞാൻ വോട്ട് ആഗ്രഹിക്കാൻ പോകുന്നത്. നമ്മൾ മത്സ്യത്തൊഴിലാളികളെക്കുറിച്ച് ഏത് മനുഷ്യനും ഈ പാർലമെൻറ്റിൽ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് എൻ്റെ അത്ര സംസാരിച്ചിട്ടില്ല. അത് കടലാക്രമണം വിഷയങ്ങളോ സൈക്ലോൺ ഓഖിയുടെ വിഷയങ്ങളോ പ്രളയത്തിൻ്റെ വിഷയങ്ങളോ ഏതായാലും അവരുടെ കഷ്ടകാലം അനുഭവിക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടി വാദിക്കാൻ ഒരു പ്രതിനിധി എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചില വിഷയത്തിൽ നിലപാടേ സാധിക്കുള്ളൂ. ഈ സംസ്ഥാന സർക്കാർ ബിഷപ്പും വികാർ ജനറലിൻ്റെ എതിരെ FIR നടത്തി അവരെ പ്രതിയാക്കിയപ്പോൾ ഞാൻ 1 മണിക്കൂറിനകത്ത് പറഞ്ഞത് പിൻവലിക്കണമെന്ന്. മറ്റേ സ്ഥാനാർത്ഥികൾ ഈ വിഷയത്തിലൊക്കെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ഒരു തെളിവുമില്ല. അതുകൊണ്ട് ഞാൻ പറയണത്, തിരുവനന്തപുരംകാർക്ക് എന്നെ അറിയാം. പക്ഷേ ഇത് ജനാധിപത്യമാണ്. അവർക്ക് പൂർണ്ണ അധികാരമുണ്ട്. അവർക്ക് ഇഷ്ടപ്രകാരം വോട്ട് ചെയ്യാൻ ഞാൻ അവരുടെ വിശ്വാസത്തിൽ വീണ്ടും ആഗ്രഹിക്കുന്ന ഒരു സംശയമില്ല. നോക്ക്, എതിരാളികളെ എല്ലാവരും ഞാൻ ബഹുമാനിക്കുന്നു. ഞാൻ പിന്നെ ആരെയും ഒന്നും ഞാൻ പറഞ്ഞില്ലേ, ആരെയും ആക്ഷേപിക്കാതെയാണ് എൻ്റെ സ്വഭാവം. പനിയൻ രവീന്ദ്രനെ ഞാൻ എത്ര വർഷമായിട്ട് അറിയുന്നു. അദ്ദേഹം ഞാൻ ഇവിടെ ആദ്യം സ്ഥാനാർത്ഥിയായി വരുമ്പോൾ അദ്ദേഹം ആയിരുന്നു നിലവിലെ സിറ്റിംഗ് MP. 4 വർഷം നിങ്ങളുടെ MP ആയിട്ട് ഇരുന്നൊരു വ്യക്തിയായിട്ട് അദ്ദേഹം എന്ത് പ്രവർത്തനം ചെയ്തു നിങ്ങൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് എന്തുകൊണ്ട് തുടർന്നില്ല എന്നും നമുക്ക് ചോദിക്കാൻ ഞാനല്ല ചോദിക്കേണ്ടത്, മാധ്യമക്കാർക്ക് അറിയാം എന്തുകൊണ്ടാണ് അവരുടെ പാർട്ടിയും അദ്ദേഹത്തിന് തുടരുന്നത്. ഇനി 15 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം വീണ്ടും സ്ഥാനാർത്ഥിയാവുന്നു. ഞാൻ സ്വാഗതം പറയുന്നു 2 പേർക്കും. പക്ഷേ ഈ 15 വർഷക്കാലം തിരുവനന്തപുരത്ത് ഇരുന്നിട്ടും കൂടി ഏതൊക്കെ നിലപാടാണ് അധികം എടുത്തിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. ഒരു ഡിബേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? ഉദാഹരണം പിന്നെ ഈ തീരദേശത്തെ വിഷയങ്ങളെക്കുറിച്ച് എന്താ നിങ്ങൾ സ്റ്റാൻഡ് എടുത്ത്
ബിഷപ്പിനെയും വികാർ ജനറലെയും ആ സമുദായത്തിൻ്റെ നേതാക്കളെ ഇങ്ങനെ പ്രതിയാക്കിയപ്പോൾ നിങ്ങൾ വല്ലതും പറഞ്ഞു ആ സമയത്ത്? പിന്നെ ഓരോരോ വിഷയത്തിൽ നമ്മൾ തിരുവനന്തപുരത്ത് വികസനത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു വിഷയത്തെ മുൻകൈ എടുത്തു നമുക്ക് ആൾക്കാർക്ക് ചോദിക്കാൻ അവകാശമുണ്ട്. ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ റെക്കോർഡിലാണ് മത്സരിക്കുന്നത്. മറ്റേവർ അവരുടെ നിലപാടും അവരുടെ റെക്കോർഡും അവർ ഡിഫെൻഡ് ചെയ്യട്ടെ. അല്ല നോക്ക്, ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും 15 വർഷമായി ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനെ പ്രചരണത്തിൽ ഇറങ്ങണം എന്ന് പറയുന്നത് ഒരു വിധത്തിൽ ഞാൻ ഈ 4-5 ആഴ്ചയുടെ 5-6 ആഴ്ചയുടെ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല വോട്ട് ആവശ്യപ്പെടാൻ പോണത്. ഞാൻ ആക്ച്വലി നിങ്ങൾക്ക് എൻ്റെ സേവനം അറിയാം. ഇനിയും ഇതുപോലെ സേവനം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. കോവിഡ് സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ എന്തൊക്കെയാണ് തിരുവനന്തപുരത്തേക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചതും തിരുവനന്തപുരം നിവാസികൾക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചതും. ഇതെല്ലാറ്റും ഓരോരോ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾക്ക് ഞാൻ ഉണ്ടായിട്ടുണ്ട്. സൈക്ലോൺ ഓഖി അടിക്കുമ്പോൾ പൂന്തുറ പാരിഷ് ഹാളിൽ രാവിലെ തന്നെ എത്തിയിട്ട് അതിൻ്റെ കോർഡിനേഷനും എൻ്റെ ഫോൺ കൊണ്ട് മന്ത്രിമാരെ വിളിച്ചിട്ട് സഹായം കൊണ്ടുവരാനൊക്കെ ഇറങ്ങിയ ഒരാളാണ്. എല്ലാ വിഷയത്തിലും പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകളും ഒക്കെ സംസാരിക്കുകയായിരുന്നു. ഷഫീദ് റാവുത്തർ ഇപ്പോൾ തുടരുന്നുണ്ട്. ഷഫീദ്, ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി പ്രചാരണത്തിന് ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമെന്ന് തരൂർ തന്നെ ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും മണ്ഡലത്തിൽ സജീവമാണ്. ഇനി ആ ഒരു പ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പ് എന്ന് മാത്രമാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. ഷഫീദ്, പക്ഷേ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യത്തെ സാധൂകരിക്കുന്നതാണ് ശശി തരൂരിന്റെ പ്രതികരണം. അദ്ദേഹം പറയുന്നു ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ടില്ല, അതുകൊണ്ട് അത് വന്നതിന് ശേഷം മാത്രം തിരഞ്ഞെടുപ്പ് ഇറങ്ങാം. ഇതിനോടകം തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ LDF സ്ഥാനാർത്ഥി സജീവമായി 12 പേരിൽ കളത്തിലുണ്ട്. അതേസമയം BJP കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടുകൂടി സജീവമായി BJP പ്രവർത്തകരും ഈ തിരുവനന്തപുരത്തെ കളത്തിലുണ്ട്. ഇത് തന്നെയാണ് സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലെയും കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. കോൺഗ്രസ് നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ വലിയ വിയോജിപ്പുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല നാളെയോ മറ്റന്നാളോ കേരളത്തിലെ നേതാക്കൾ ഡൽഹിയിലെത്തി ചർച്ച നടത്തും. ഇതിന് പിന്നാലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ ഒരു നീക്കം നടക്കുന്നുണ്ട്. BJP കൂടി ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസ് പ്രതിരോധത്തിലായി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതോടുകൂടിയാണ് വേഗത്തിൽ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനുള്ള നീക്കം. വയനാട്, കണ്ണൂർ, ആലപ്പുഴ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിട്ടുള്ള ആശയക്കുഴപ്പമാണ് നിലവിൽ കോൺഗ്രസിലുള്ളത്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയില്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ പരിഗണിക്കും. ആലപ്പുഴ KC വേണുഗോപാൽ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യതയാണ് നിലവിൽ ഇപ്പോൾ കാണുന്നത്. കണ്ണൂരിൽ K സുധാകരൻ തന്നെ മത്സരിച്ചേക്കുമെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബാക്കി 13 കോൺഗ്രസ് ചുവരെഴുത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ സജീവമായി ഇറങ്ങാൻ ഒരു തടസ്സമെന്ന് പറയുന്നത് ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനമായില്ല എന്നുള്ളതാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് ഗോതിയിൽ ഇതിനോടകം തന്നെ LDF-ഉം BJP-യും കളം പിടിച്ചിട്ടുണ്ട്. LDF ആകട്ടെ റോഡ് ഷോ എന്നതിനപ്പുറത്തേക്ക് വോട്ടർമാരെ നേരിട്ട് കണ്ടുള്ള പ്രചാരണ രീതിയിലേക്ക് ഇറങ്ങി. ഈ സ്ഥാനാർത്ഥികൾ എത്തിയല്ല, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും അതേപോലെ തന്നെ ആറ്റിങ്ങലിലടക്കം BJP കാൻഡിഡേറ്റ്സുകൾ നാളെ കൊണ്ട് അവരെ ഇവിടെ മണ്ഡലങ്ങളിലേക്ക് എത്തിച്ച് അവരെ സജീവമാക്കാനുള്ള നീക്കമാണ് BJP സംസ്ഥാന നേതൃത്വം നടത്തുന്നത്. ഉന്മേഷ്. ഷഫീദ് റാവുത്തറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.